ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നമ്മുടെ ഓണ പരീക്ഷയുടെ ടൈം ടേബിളും വന്നു. പല ആളുകളും കാത്തിരുന്നത് പരീക്ഷയുടെ ടൈം ടേബിൾ വരട്ടെ എന്നിട്ട് ഞാൻ പഠിക്കാനോ എന്നൊക്കെ കരുതിയിട്ടാണ്. അങ്ങനെയുള്ളവർക്ക് സന്തോഷമായി 4-ാം തീയതി പറഞ്ഞിരുന്ന പരീക്ഷ ഇതാ 3-ാം തീയതിയാണ് എത്തിയിട്ടുള്ളത്. 3-ാം തീയതി മുതൽ ഇനി പരീക്ഷയുടെ ടൈം ടേബിൾ വന്ന സ്ഥിതിക്ക് നമ്മൾ പഠിക്കുന്നത് തുടങ്ങാലോ. സോഷ്യൽ സയൻസിൽ നമ്മൾ എന്താ മക്കളെ പഠിക്കുക? എവിടെ നിന്ന് മുതൽ എവിടെ വരെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്ന് അറിയോ? ആക്ച്വലി പരീക്ഷയ്ക്ക് 4 ചാപ്റ്റേഴ്സുകൾ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 4 ചാപ്റ്റേഴ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഒരു കാരണവശാലും അതിൽ ഒരു ഭാഗവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഞാൻ 8-ാം ക്ലാസ് പഠിക്കുന്നത് നിങ്ങളോട് ഇത് പ്രത്യേകമായിട്ട് പറയുന്നതെന്ന് കരുതിയാൽ, ഇത്രയും കാലം നിങ്ങളത് എഴുതിയിരുന്ന ആക്ടിവിറ്റികളായിട്ടാണ്. ഇനി അങ്ങനെയല്ല. നമ്മുടെ 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ essay ക്വസ്റ്റ്യനുകൾ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് എഴുതിയാൽ മാത്രമേ മക്കളെ മാർക്ക് കിട്ടുള്ളൂ. 40 മാർക്കിൻ്റെ പരീക്ഷയാണ്. അതിൽ 40 മാർക്ക് തന്നെ നമ്മൾ ഉറപ്പായിട്ടും വാങ്ങണം. ഇതിന് ഏതൊക്കെ ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉള്ളത് എന്നല്ലേ? നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സുകൾ എന്ന് പറയുന്നത്, 1-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഏർലി ഹ്യൂമൻ ലൈഫ്, ആദ്യകാല മനുഷ്യ ജീവിതം. അതുപോലെ 2-ാമത്തെ ചാപ്റ്റർ റിവർ വാലി സിവിലൈസേഷൻ അഥവാ നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന് പറയുന്നത്, ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്ട് എന്ന് പറയുന്ന ഭൗമരഹസ്യങ്ങൾ തേടി എന്ന് പറയുന്ന 3-ാമത്തെ ചാപ്റ്ററും, അതുപോലെ അവർ ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്ന 4-ാമത്തെ ചാപ്റ്ററും. ഈ 4 ചാപ്റ്റേഴ്സുകളാണ് നിങ്ങൾക്ക് എക്സാമിനേഷനിൽ. അതിൽ 4-ാമത്തെ ചാപ്റ്ററിന് മുഴുവനായിട്ടൊന്നും വരില്ല, ഒരു പകുതി ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. പക്ഷേ നമ്മൾ ആ ഒരു ചാപ്റ്റർ വരെ പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. അപ്പോൾ 4 ചാപ്റ്ററുകളിൽ നിന്ന് 40 മാർക്കിന്റെ എക്സാം ആണ്. ഈ പരീക്ഷയെക്കുറിച്ച് നിങ്ങൾ പേടിക്കുകയേ വേണ്ട. ആരെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ തുടങ്ങിക്കോളൂ. നമ്മുടെ ഒരുപാട് വീഡിയോസ്, കോണ്ടന്റ് വീഡിയോകൾ, അതുപോലെ ലൈവുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി നമ്മുടെ ഒരുപാട് ക്ലാസ്സുകളും നിങ്ങൾക്ക് വരാനുണ്ട്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നമ്മൾക്ക് ഈ പരീക്ഷയിൽ 40-ൽ 40 മാർക്ക് തന്നെ വാങ്ങണം. ഇവിടെ നമ്മൾ മുഴുവൻ മാർക്ക് വാങ്ങിയാലാ ഈ കൊല്ലത്തെ പ്രത്യേകത അറിയാലോ, ഫ്രീ പാസ് ഒന്നും ഇല്ല. 9-ാം ക്ലാസ്സിലേക്ക് ഈസി ആയിട്ട് കയറി പോകാനൊന്നും പറ്റില്ല. മെയിൻ എക്സാമിനേഷനൊക്കെ നമുക്ക് നല്ല ടഫ് ആവാൻ സാധ്യതയില്ല. അപ്പോൾ ഇവിടെ മുതൽ നമുക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സ് നമ്മൾ അടിപൊളിയാക്കി പഠിക്കൂലേ? പരീക്ഷയ്ക്ക് സെറ്റ് അല്ലേടാ?